ഞാൻ മലപ്പുറം പ്രസ് ക്ലബിലെ ഒരു പഴയ സുഹൃത്താണ്. ക്ലബിൻ്റെ അത് ഞാൻ വരുന്ന കാലത്ത് ഇവിടുത്തെ പത്രപ്രവർത്തകരിൽ പ്രമുഖനായിരുന്നു സഖാവ് പാലൊളി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ആദ്യം വരികയാണ്. പുത്തൻ തലമുറയിലെ ആളുകൾക്ക് അറിയില്ല, ആ തലമുറയിലെ പത്രപ്രവർത്തകരുടെ ലാളിത്യവും മൂർച്ചയും മികവുമെല്ലാം കാണിച്ച ഒരു പത്രപ്രവർത്തകനായിരുന്നു സഖാവ് പാലൊളി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ആദരവ് രേഖപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ട് ഡൗണിലാണ് നമ്മളിപ്പോൾ. ഇനിയിപ്പോൾ 6-ാം ദിവസം രാവിലെ പോളിംഗ് ആണ്. സംഗതികൾ മുഴുവന്തോറും ഓരോരുത്തരും അവരുടെ തനിനിറം കാണിക്കുന്നുണ്ട്. ആരെല്ലാമാണ് ആരുടെയെല്ലാം ബന്ധുക്കൾ, ശത്രുക്കൾ എന്നൊക്കെ ഇപ്പോൾ അറിയാം. ഒരു പഴയ ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ, ഐ ഷാൽ ടെൽ ഹൂ യു ആർ എന്നാണ് ആ ചൊല്ല്. ഇപ്പം നമുക്ക് തിരുത്തി പറയാം, ടെൽ മീ ഹൂ യുവർ ഫോസ് ആർ, then I shall tell who you are. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒരുപോലെ പറയുകയാണ് ആരാണ് ശത്രുവെന്ന്. മോദിയും പറയുന്നു ശത്രു LDF ആണ്, രാഹുലും പറയുന്നു ശത്രു LDF ആണ്. അതാണ് ഞങ്ങൾ. മോദിയും കോൺഗ്രസും ഒരുപോലെ ശത്രുവായി പ്രഖ്യാപിച്ച LDF അതിൽ പകച്ചു പോകുന്നില്ല, അമ്പരക്കുന്നില്ല. ഈ ശത്രുതാ പ്രഖ്യാപനം അവരെ എവിടെയെല്ലാം എത്തിച്ചുവെന്ന് ഞാൻ പറയാം. ഇതൊരു പത്രമാണ്, ഇന്നത്തെ പത്രമാണ്, സുപ്രഭാതം. ഈ പത്രത്തിൽ ഒരു പരസ്യമാണത്, ഒരു പരസ്യം. ഇത് വേറൊരു പത്രമാണ്, വലിയ പത്രമാണ്, മാതൃഭൂമി. ഇതിലുമുണ്ട് ഒരു പരസ്യം. ഇഷ്ടംപോലെയുണ്ട്. വേറെ ചില പത്രങ്ങളിൽ, ഇതുപോലെ പത്രങ്ങളിൽ, വലിയ പത്രങ്ങളിൽ പരസ്യം വേറെയുണ്ട്. അത് രാഹുലിൻ്റെ വലിയ തലയും പടവും ഒക്കെ ഉള്ള പരസ്യങ്ങളാണ്. പക്ഷേ ഈ പത്രം ഇന്ന് രാവിലെ കത്തിച്ചു. ഈ പത്രങ്ങൾക്കൊന്നും കത്തിക്കലില്ല. കത്തിക്കൽ രാഷ്ട്രീയത്തിൻ്റെ മാർഗമല്ല. അതാണ് LDFന് വേണ്ടി എനിക്ക് ആദ്യം പറയാനുള്ളത്. കത്തിക്കൽ ഞങ്ങളുടെ വഴിയല്ല. കത്തിക്കലും കുത്തിക്കലും അത്തരം എല്ലാ പ്രവർത്തികളും ഞങ്ങൾ വെറുക്കുന്ന വഴിയാണ്. ഞങ്ങളുടെ വഴി ഈ വഴിയാണ്. ഈ വഴി സംവാദത്തിൻ്റെ വഴി, വർത്തമാനത്തിൻ്റെ വഴി, നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വഴി. അതാണ് ഞങ്ങളുടെ വഴി. ആ വഴി അറിയാത്തവരാണ് കത്തിക്കാൻ പോകുന്നത്. LDFൻ്റെ ഒരു പരസ്യം വന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാംകിട പൗരന്മാരാകും ഇടതില്ലെങ്കിൽ, ഇതാണ് ഈ പരസ്യത്തിലെ പരസ്യവാചകം. പിന്നെ വോട്ട് ഫോർ LDF, ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. ഇത് ലെഫ്റ്റിൻ്റെ ഒരു പരസ്യവാചകമാണ്. പണം കൊടുത്ത് ഞങ്ങൾ നൽകിയ പരസ്യമാണ്. ആ പരസ്യം പണം വാങ്ങി പ്രസിദ്ധീകരിച്ച ഒരു പത്രത്തെ കത്തിക്കുന്നത് ആരായിരിക്കും?
ഈ നിലപാടിനോട് രാഷ്ട്രീയമായ വൈരാഗ്യമുള്ള, ആ രാഷ്ട്രീയ എതിർപ്പുകൾ ആശയപരമായി അന്തസ്സായി പറയാൻ കെൽപ്പില്ലാത്ത ശക്തികളായിരിക്കും. അത് കോൺഗ്രസ് ആകാം, ലീഗാകാം, BJP ആകാം, ആരുമാകാം. ഇതാണ് തിരഞ്ഞെടുപ്പിൻ്റെ 6 ദിവസം ബാക്കിയുള്ളപ്പോൾ കേരളത്തിലെ സ്ഥിതി. സുരക്ഷിതമായ LDF വിജയത്തിൻ്റെ മുമ്പിൽ നിലവിട്ടു പോകുന്നു UDF-നും BJP-ക്കും. നരേന്ദ്രമോദി ഇത്ര പ്രാവശ്യം കണ്ടു പത്രക്കാരെ? 10 കൊല്ലത്തിനിടയിൽ ഇത്ര തവണ കണ്ടു. എല്ലാ പത്രലേഖകന്മാരും ഇന്ത്യ മുഴുവനും കാണാൻ കൊതിക്കുകയാണ് പ്രധാനമന്ത്രിയെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി, ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി, ഒരു പ്രസ് മീറ്റിന് വേണ്ടി. ആ സൗഭാഗ്യം 10 കൊല്ലമായി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആദ്യമായിട്ട് അത് കിട്ടിയത് ആസാമിലെ ഒരു BJP അനുകൂല പേപ്പറിലാണ്, ദി ആസാം ട്രിബ്യൂൺ എന്ന പേപ്പറിൽ. അവിടെ അദ്ദേഹം പറഞ്ഞു മണിപ്പൂരെല്ലാം ശരിയായെന്ന് പറഞ്ഞു, ശാന്തമാണ് മണിപ്പൂർ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ആ പത്രത്തോടാണ് പറഞ്ഞത്. അതിനുവേണ്ടി മാത്രം ഒരു എക്സ്ക്ലൂസീവായി ഇൻ്റർവ്യൂ കൊടുത്തു BJP പേപ്പറിൽ. ഇന്നിതാ വീണ്ടും സൗഭാഗ്യം വന്നിരിക്കുന്നു. മലയാളത്തിലെ ഒരു ചാനലിൽ, ആ ചാനൽ ഏഷ്യാനെറ്റാണ്, തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിക്ക് ഉടമസ്ഥാവകാശമുള്ള ചാനലാണത്. സാങ്കേതികമായിട്ട് അദ്ദേഹം കേസ് കൊടുക്കാനൊന്നും പോകണ്ട, ഇനി എൻ്റെ പേരിലല്ല, പേര് വേറെയാണ് എന്നൊക്കെ പറയാനുള്ള അത്തരം വക്കീൽ ബുദ്ധിയൊന്നും വേണ്ട. അദ്ദേഹം സ്വന്തം വരുമാനം പറയുമ്പോൾ തെറ്റിപ്പോവും. മത്സരിക്കുന്ന മണ്ഡലത്തിൻ്റെ സഭയുടെ പേര് പറയുമ്പോൾ തെറ്റിപ്പോവും. ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ രാജ്യസഭ എന്ന് എഴുതി കൊടുക്കും. സ്വന്തം കുടുംബ വരുമാനം പറയുമ്പോഴത്തേക്കും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടുന്നില്ല, കുറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പിന്നെ പറയുകയാണ് ഉടമസ്ഥാവകാശം എനിക്കില്ല എന്ന് പറയാൻ വന്നാൽ ഞാൻ തർക്കത്തിനില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ആ ചാനലും ആ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. എന്തായാലും ആ ചാനലിനാണ് സൗഭാഗ്യം കിട്ടിയത്. ആ ഇൻ്റർവ്യൂവും LDF-നെ എത്തുണ്ടായിരുന്നു മുഖ്യമായി.